എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഡേവിഡ് എഡേൽ അറിയാതെ രാവിലെ പാത്തും പതുകിയും ക്ലിനിക്കിൽ പോകുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ എഡേൽ ഇതൊക്കെ കാണുന്നുണ്ടാകും. ക്ലിനിക്കിലെത്തിയ ഡേവിഡിനോട് ലൂയി ചോദിക്കും, നിങ്ങൾ ഇന്ന് നേരത്തെ വന്നോ? അപ്പോൾ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നത് പോലെ ഡേവിഡ് പറയും, അത് എനിക്ക് അപ്പോയിന്റ്മെന്റിന്റെ കുറച്ച് നോട്ട്സും കാര്യങ്ങളും എഴുതാനുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് എഡേൽ ഡേവിഡിനെ വിളിച്ചിട്ട് ഇന്നലെ രാത്രി എത്ര മണിക്കാണ് അവൻ വീട്ടിലെത്തിയതെന്ന് ചോദിക്കും. എനിക്ക് ഓർമ്മയില്ല. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? അപ്പോൾ ഡേവിഡിനെ സംസാരിക്കാൻ തീരെ താല്പര്യമില്ലാത്ത രീതിയിൽ ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണ്, പിന്നെ വിളിക്കാമെന്ന് പറയും. അപ്പോൾ എഡേൽ ഐ ലവ് യു എന്ന് പറയും. പക്ഷേ അത് കേട്ടിട്ട് ഡേവിഡ് തിരിച്ചൊന്നും പറയില്ല. അപ്പോൾ അവൾ ചോദിക്കും, നിനക്കെന്താ തിരിച്ച് ഐ ലവ് യു എന്ന് പറയാൻ പറ്റില്ലേ? ഡേവിഡ് ഒരു പേരിന് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യും. ശേഷം എഡേൽ ഡേവിഡിന്റെ ഡ്രസ്സ് ചേർത്ത് പിടിച്ച് പഴയ കാര്യങ്ങൾ ഓർത്ത് കരയും. എന്നിട്ട് അവൾ ലൂയിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും, എനിക്ക് ഈ വീട്ടിലിരുന്നു മടുത്തു, നാളെ നമുക്ക് ലഞ്ച് ഒരുമിച്ച് കഴിച്ചാലോ എന്ന്. പക്ഷേ ലൂയി മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ കൊടുക്കില്ല. അടുത്തത് പാസ്റ്റ് ആണ് കാണിക്കുന്നത്. റോബ് അവിടുന്ന് സ്മോക്ക് ചെയ്യുന്നുണ്ടാകും. എഡേൽ ചോദിക്കും, നിനക്കിതെവിടുന്ന് കിട്ടിയത്? അന്നേരം അത് ഇവിടെയുള്ള നേഴ്സ് കൊടുത്തതാണെന്ന് അവൻ പറയും. റോബ്, ഇതൊക്കെ ഡേവിഡ് അറിഞ്ഞാൽ എന്തായാലും ദേഷ്യപ്പെടും, അതിന് പറയാതിരുന്നാൽ പോരെ? ശരി, ഈ കാര്യം മാത്രം ഞാൻ ഡേവിഡിനോട് പറയില്ല എന്ന് പറഞ്ഞ് അവളും റോബിന്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങിച്ചിട്ട് വലിക്കാൻ തുടങ്ങും. ആ സമയത്ത് റോബ് അവന്റെ വിരലുകൾ ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് പറയും, ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ എണ്ണുമ്പോൾ 10 വിരലുകൾ 11 കാണാം. അപ്പോൾ എഡേൽ പറയും, അങ്ങനെ നീ കാണുന്നുണ്ടെങ്കിൽ നീ ഡ്രീമിലാണെന്നാണ് മീനിങ്. അങ്ങനെ നീ ഉറക്കത്തെ ഡ്രീമിലാണെന്ന് റിയലൈസ് ചെയ്താൽ ഒരു ഡോർ ഇമാജിൻ ചെയ്യുക, എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. ദെൻ യു ക്യാൻ കൺട്രോൾ യുവർ ഡ്രീം. ഇവിടെ എഡേൽ പറയുന്നത് ലൂസിഡ് ഡ്രീമിനെ പറ്റിയാണ്. അതായത് ഉറക്കത്ത് നമ്മൾ സ്വപ്നം കാണുമ്പോൾ അത് സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾക്ക് ആ സ്വപ്നത്തെ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡ്രീം കാണുന്ന സമയത്ത് ആ ഡ്രീം നമ്മളുടെ കൺട്രോളിലായാൽ നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനാകും. നമ്മൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, നമ്മൾക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാം. ഇതിനെയാണ് ലൂസിഡ് ഡ്രീം എന്ന് പറയുന്നത്. റോബ് അവളോട് ചോദിക്കും, അങ്ങനെ ഇപ്പോൾ ഡ്രീം കൺട്രോൾ ആക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എവിടേക്കാ പോകുക? നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാലോ? അയ്യോ വേണ്ട, നിനക്ക് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ശരിക്കും അറിയാത്തത് കൊണ്ടാണ്. ഞാനൊരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എനിക്ക് അമ്മയില്ല, അച്ഛൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഞാനാണെങ്കിൽ സെൽഫിഷും ക്രൂവലുമായ എൻ്റെ ചേച്ചി അലീസിയുടെ കൂടെയായിരുന്നു ഇത്ര കാലം താമസിച്ചത്. ഇവിടെ പ്രസന്റിൽ എഡേൽ അന്ന് ചെയ്തതുപോലെ വിരലുകൾ എണ്ണി കണ്ണടക്കുന്നുണ്ടാകും. മറുഭാഗത്ത് ഡേവിഡ് ലൂയിയുടെ ഫ്ലാറ്റിലേക്ക് പോകും. ലൂയി ചോദിക്കും, എന്താ നിങ്ങൾക്ക് അന്നത്തെ പോലെ ഇന്നും ഇതുവഴി വരേണ്ട ആവശ്യമുണ്ടായോ? നമ്മൾക്കിടയിൽ കഴിഞ്ഞ ദിവസം നടന്നതിനെ ഓർത്ത് എനിക്ക് റിഗ്രറ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് പറയും, എനിക്കും റിഗ്രറ്റ് ഉണ്ട്, പക്ഷെ അത് നീ വിചാരിക്കുന്ന പോലത്തെ റിഗ്രറ്റ് അല്ല, ഇത് വേറെയാ. ശരിക്കും എന്താ പ്രശ്നം? പക്ഷേ അവൻ എന്താ കാര്യമെന്ന് പറയില്ല. ഡേവിഡ് ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ഡിവോഴ്സ്ഡ് ആയത്? ഞാനുള്ള സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഓഫീസിലുള്ള വേറെ പെണ്ണുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതുപോട്ടെ, നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോൾ ഡേവിഡ് പറയും, എനിക്കെന്തോ ഇങ്ങോട്ടേക്ക് വരാണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് നീ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് തോന്നുന്നത്. ലൂയി പറയും, അതെന്താ? അപ്പോൾ നിങ്ങളുടെ വൈഫോ? അവൾ നിങ്ങൾക്ക് സ്പെഷ്യൽ അല്ലേ? അത് കേട്ട് ഡേവിഡിന് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരിക്കും, പക്ഷേ അവനൊന്നും പറയില്ല. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ വർക്ക് കഴിഞ്ഞ് വന്ന ഡേവിഡ് കാണുന്നത് ഫുഡൊക്കെ ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന എഡേലിനെയാണ്. ഡേവിഡ് ചോദിക്കും, ഇതൊക്കെ എന്താ? ഡേവിഡ്, നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ട് എത്ര കാലമായി? അപ്പോൾ ഡേവിഡ് അവന് വിശപ്പില്ല എന്ന് പറയും. അന്നേരം എഡേൽ പറയും, പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്? ഡേവിഡ് ദേഷ്യത്തിൽ ചോദിക്കും, ശരിക്കും എന്താ നിന്റെ പ്രശ്നം? പഴയ പ്രശ്നം ആദ്യം തുടങ്ങിയോ? എഗെയിൻ ഞാൻ പുതിയ ജോബ് അന്വേഷിച്ച് വേറെ സ്ഥലത്തേക്ക് പോകണം? പക്ഷേ എഡേൽ അതിന് മറുപടി ഒന്നും പറയില്ല. അടുത്ത സീനിൽ എഡേൽ മുമ്പ് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവൾ എഗെയിൻ മെസ്സേജ് അയച്ചിട്ട് ലൂയിയോട് ചോദിക്കും, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഞാൻ എന്തെങ്കിലും തെറ്റ് നിന്നോട് ചെയ്തോ? ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിനക്ക് നാളെ വർക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊരു കോഫി കുടിക്കാൻ പോയാലോ? അടുത്ത സീനിൽ കുറച്ച് കഴിയുമ്പോൾ ഡേവിഡ് എഡേലിനെ വിളിക്കും. എന്നാൽ ലൂ ഇതൊക്കെ ഓഫീസിലെ മറ്റൊരു ഫോണിലൂടെ കേൾക്കുന്നുണ്ടാകും. ഡേവിഡ് പറയും, ഇന്നലെ രാത്രി ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ട് നീ എൻ്റെ കോൾ എടുക്കില്ല എന്നാണ് വിചാരിച്ചത്. ഇന്നെന്താ നിന്റെ പരിപാടി? നീ ശരിക്കും അറിയാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണോ ചോദിക്കുന്നത്, അതോ ഞാൻ വീട്ടിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുന്നത്? അപ്പോൾ അവൻ രണ്ടിനും വേണ്ടി എന്ന് പറയും. ഞാൻ എപ്പോഴും പോകുന്നത് പോലെ ജിമ്മിന് പോകും, പിന്നെ കോഫി കുടിക്കാനും പോകും, അത്ര തന്നെ. നെക്സ്റ്റ് ഡേ ലൂയി എഡേൽ മെസ്സേജ് അയച്ചത് കൊണ്ട് അവളെ കാണാൻ പോകും. എഡേൽ പറയും, എനിക്കെൻ്റെ പ്രശ്നം ആരോടാ പറയേണ്ടതെന്ന് അറിയില്ല. ഡേവിഡിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവൻ എന്നെ വല്ലാണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഉറങ്ങിയതിന് ശേഷമാണ് അവൻ വീട്ടിൽ വരുന്നത്. ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവൻ പോകുകയും ചെയ്യും. അവൻ ഇപ്പം നന്നായി കുടിക്കുന്നുമുണ്ട്. നിനക്കൊരു കാര്യം അറിയോ, ഞങ്ങൾ ഉറങ്ങുന്നത് പോലും സെപ്പറേറ്റ് ആയിട്ടാണ്. എന്തോ എനിക്ക് നിന്നോട് ഇതൊക്കെ പറയുമ്പോൾ കുറച്ചൊരു ആശ്വാസം തോന്നുന്നുണ്ട്. അല്ല, ഞാൻ തന്ന ബുക്ക് വായിച്ചായിരുന്നു നീ? അപ്പൊ ലൂയി പറയും, വായിച്ചു, പക്ഷേ എനിക്കെന്തോ അതൊക്കെ വായിച്ചപ്പോൾ അതിൽ മുഴുവനും മണ്ടത്തരം എഴുതിയതുപോലെയാണ് തോന്നിയത്. അപ്പൊ നിനക്ക് നിന്റെ സ്ലീപ്പ് വാക്കിംഗ് ഇഷ്യൂ മാറണമെന്നില്ലേ? അയ്യോ അങ്ങനെയല്ല, എനിക്ക് മാറ്റണം.
എങ്കിൽ എനിക്ക് നീ പ്രോമിസ് ചെയ്യ്, ആ ബുക്ക് വായിച്ച് അതിൽ പറഞ്ഞതെല്ലാം ചെയ്യുമെന്ന്. നീ അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്, എങ്കിൽ മാത്രമേ ഈ ഇഷ്യൂ മാറുകയുള്ളൂ. അപ്പൊ ലൂയി ചോദിക്കും, ആരാ ഈ റോബ്? ഞാൻ വിചാരിച്ചത് ആ ബുക്ക് നിന്റെ ആണെന്നാ. ഇടയിൽ ഒരു സ്മൈലോട് കൂടി പറയും, അത് എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ്. ആ സീൻ അവിടെ കട്ടാകും. അന്ന് രാത്രി ലൂയി ഇടയിൽ പറഞ്ഞതുപോലെ ആ ബുക്ക് വായിച്ച് അതിലുള്ള പോലെ ചെയ്യും. അവൾ എന്നിട്ട് ആ ബുക്കിന്റെ ബാക്കി വായിക്കും. അപ്പോൾ ആ ബുക്കിൽ റോബിനും ഈ സ്ലീപ്പ് വാക്കിംഗ് ഇഷ്യൂ ഉള്ളതായി പറയുന്നുണ്ട്. അവൻ ഇടയിൽ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞതുപോലെ ഡോർ ഇമാജിൻ ചെയ്ത് ഡോറിൽ നിന്ന് പുറത്ത് കടന്ന് ലൂസി ഡ്രീം വഴി അവന്റെ സ്വപ്നങ്ങളെ കൺട്രോൾ ചെയ്തിട്ടാണ് അവൻ ഈ സ്ലീപ്പ് വാക്കിങ്ങിൽ നിന്ന് ഓവർകം ചെയ്തത്. അതായത് ആ ഡോറിൽ നിന്ന് പുറത്ത് വന്ന ലൂസി ഡ്രീമിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഡ്രീം കൺട്രോൾ ആക്കാൻ പറ്റും. അങ്ങനെയാണ് റോബ് ഈ സ്ലീപ്പ് വാക്കിംഗ് ഇഷ്യൂ മാറ്റിയതെന്നാണ് ആ ബുക്കിൽ പറയുന്നത്. അടുത്ത സീനിൽ ഡേവിഡ് അഡേലിന് മെഡിസിൻ കൊടുക്കും. അപ്പോൾ അവൾ വേണ്ട എന്ന് പറയും. എന്നാൽ അവൻ കഴിക്കാൻ പറഞ്ഞിട്ട് അവളെ നിർബന്ധിപ്പിക്കും. അവസാനം അവൾ ആ മരുന്ന് അവന്റെ മുമ്പിൽ നിന്ന് കഴിക്കും. അവൾ അത് കഴിച്ചു കഴിഞ്ഞപാടും അവൻ അവിടുന്ന് പോകും. പക്ഷെ ശരിക്കും അവൾ ആ മരുന്ന് കഴിച്ചിട്ടുണ്ടാകില്ല. അവൻ പോയപാടെ അവൾ ആ മരുന്ന് തുപ്പിക്കളയും. അന്ന് ഈവനിങ് ലൂയി സിഗ്നേച്ചർ ചെയ്യേണ്ട കുറച്ച് പേപ്പേഴ്സ് എടുത്ത് ഡേവിഡിന് കൊടുക്കാൻ പോകുന്ന സമയം അവൻ ഒരു ഫയൽ മാറ്റി വെക്കുന്നത് ലൂയി കാണും. അവൾ അത് നോട്ട് ചെയ്യും. അവൾ ഡേവിഡിന്റെ കേബിനിൽ നിന്ന് തിരിച്ചു വരുമ്പോഴുണ്ടാകും ആന്റണി അവിടെ നിൽക്കുന്നു. ആന്റണി ഡേവിഡിനെ കാണണമെന്ന് പറയും. അപ്പോൾ അവൾ ചോദിക്കും, നീ എങ്ങനെയാ അകത്ത് കയറിയത്? പക്ഷേ അവൻ അതിന് മറുപടി കൊടുക്കാതെ ഡേവിഡിനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കും. അന്നേരം ഡേവിഡ് അങ്ങോട്ടേക്ക് വരും. ആന്റണി പറയും, നിങ്ങളല്ലേ ഞാൻ എപ്പോൾ നിങ്ങളെ വിളിച്ചാലും ഫോൺ എടുക്കുമെന്ന് പറഞ്ഞത്, എന്നിട്ടെന്താ നിങ്ങൾ ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ കോൾ എടുക്കാതിരുന്നത്? അന്നേരം ഡേവിഡ് പറയും, ഞാൻ ആ സമയം വേറൊരു പേഷ്യന്റിനെ നോക്കുകയായിരുന്നു. എന്തു പറ്റി? നീ ഓക്കെ അല്ലേ? അപ്പോൾ അവന് സംസാരിക്കണമെന്ന് പറയും. അപ്പോൾ ഡേവിഡ്, ഞാൻ അപ്പോയിൻമെന്റ് എടുക്കാതെ പേഷ്യന്റിനെ നോക്കാറില്ല. എന്തായാലും ഈ ഒരു തവണത്തേക്ക് മാത്രമായിട്ട് ഞാൻ നിനക്കൊരു ചെറിയ കൺസേൺ തരാൻ പറഞ്ഞ് അവനെ കൂട്ടിയിട്ട് സംസാരിക്കാൻ പോകും. നെക്സ്റ്റ് സീനിൽ ലൂയി സോഫിയോട് എഡേലിനെ കണ്ടതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ സോഫി പറയും, നീ അവളുടെ ഫ്രണ്ടായിട്ട് കൂടെ നടക്കുന്നു, പക്ഷേ അതേ സമയം തന്നെ അവളുടെ ഭർത്താവിന്റെ കൂടെ കിടന്നു. അല്ല, ഇനി നീ അവളുടെ കൂടെയും കിടന്നു? അപ്പോൾ ലൂയി, അയ്യോ അതില്ല എന്ന് പറയും. സോഫി പറയും, ഭാഗ്യം തന്നെ, അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ പറയണ്ട. ലൂയി പറയും, എനിക്ക് രണ്ടുപേരെയും നല്ല കാര്യമാണ്. എഡേൽ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അവൾ വല്ലാതെ ഒറ്റപ്പെട്ടിട്ടാണുള്ളത്. വേറെന്തൊക്കെയോ സങ്കടങ്ങളും ഉണ്ട്. ആ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഒഴിവാക്കാനാകില്ല. അത് കേട്ട സോഫി പറയും, ചിലപ്പോൾ അവൾ ഇങ്ങനെ വിഷമിക്കുന്നത് ഡേവിഡിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ? ലൂയി പറയും, അതെനിക്ക് ശരിക്കും അറിയില്ല, പക്ഷേ അവരുടെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അവർ ഒരുമിച്ചുള്ളതിനേക്കാൾ ഹാപ്പിയാണ് അവർ രണ്ടുപേരും എൻ്റെ കൂടെ ഉള്ളപ്പോൾ. അത് കേട്ട് സോഫി പറയും, ലൂയി നീ ഈ ചെയ്യുന്നത് ശരിയല്ല. നാളെ ഇതൊക്കെ നിന്റെ തലയിൽ തന്നെയാകും. അവസാനം ഇതൊക്കെ അനുഭവിക്കാൻ നീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നീ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്ക്. സോഫി പറഞ്ഞത് ശരിയല്ലേ? കാരണം ഫ്രണ്ടിന്റെ കൂടെ കളിച്ച് ചിരിച്ച് നടന്ന് അതേ സമയം അവളുടെ ഭർത്താവിന്റെ കൂടെ തന്നെ കിടക്കുക എന്ന് പറഞ്ഞാൽ മോശം കാര്യമല്ലേ? അങ്ങനെ സോഫി പറയുന്നതിനോട് ലൂയി ഓക്കെ എന്ന് പറയും. ബട്ട് ലൂയി സോഫി അതൊക്കെ പറഞ്ഞിട്ടും അവരുമായിട്ട് പിന്നെയും അടുക്കും. ലൂയി ഇങ്ങനെ ഡേവിഡായിട്ട് കറങ്ങി നടക്കുന്നത് ഒരു ഡേ ആന്റണി കാണും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ സംസാരിക്കുന്നതിനിടയിൽ ഡേവിഡിന്റെ കയ്യിലെ പാട് കണ്ടിട്ട് ലൂയി ഇതെന്താ പറ്റിയതെന്ന് ചോദിക്കും. ഡേവിഡ് പറയും, പണ്ട് എൻ്റെ വീടിന്റെ അടുത്ത് ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്നതിനിടയിൽ പറ്റിയതാണ്. പക്ഷേ ആ പെൺകുട്ടി ആരാണെന്ന് ലൂയി ചോദിക്കുമ്പോൾ അത് എഡേലാണെന്ന് അവന് പറയാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ലൂയി അതൊക്കെ നോട്ട് ചെയ്യും. കാരണം ലൂയിയോട് തീപിടുത്തത്തിന്റെ കാര്യമൊക്കെ അന്ന് ജിമ്മിൽ പോയ ടൈം എഡേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അടുത്ത സീനിൽ പാസ്റ്റിൽ എഡേൽ ഇങ്ങനെ പേപ്പറിൽ എഴുതുന്നുണ്ടാകും. അത് കണ്ട് റോബ് അവളോട് ചോദിക്കും, അതെന്താ നീ എഴുതിയതെന്ന്. അപ്പോൾ അവൾ പറയും, എനിക്കെൻ്റെ വീടിൻ്റെ ബില്ലും ടാക്സും ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനെല്ലാം ഡേവിഡിന്റെ പേരിൽ എഴുതി കൊടുത്തു. ഡേവിഡ് അതിനി മാനേജ് ചെയ്തോളൂ. എന്നാൽ റോബിന് അതൊന്നും ഇഷ്ടപ്പെടില്ല. അവൻ ചോദിക്കും, നീ എന്തിനാ അതൊക്കെ ഡേവിഡിന്റെ പേരിൽ എഴുതിയത്? അപ്പോൾ അവൾ പറയും, ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയ പാടും ഞാനും ഡേവിഡും കല്യാണം കഴിക്കും. എനിക്കെന്താണോ ഉള്ളത് അതൊക്കെ അവൻ്റെയുമാണ്. റോബ് പറയും, ശരിക്കും ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ? എഡേൽ, ഇതൊരു ചെറിയ വാച്ച് കൊടുക്കുന്നത് പോലെയല്ല. അപ്പോൾ അവൾ ദേഷ്യത്തിൽ പറയും, നിനക്കറിയാമോ എന്തുകൊണ്ടാണ് ഡേവിഡ് ഞാൻ ഈ കൊടുത്ത വാച്ച് കെട്ടാത്തതെന്ന്? കാരണം അവന്റെ കൈ എന്നെ തീപിടുത്തത്തിനിടയിൽ രക്ഷിക്കുന്ന സമയത്ത് പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. റോബ് പറയും, നീ എടുത്തു ചാടി ഓരോന്ന് തീരുമാനിക്കാതെ നീ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി എന്താ വേണ്ടതെന്ന്. പക്ഷേ എഡേൽ അതിനോട് യോജിക്കില്ല. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ പ്രസന്റിൽ ഡേവിഡ് എഡേലയെ ഫോണിൽ വിളിക്കും. പക്ഷെ അവൾ കോൾ എടുക്കില്ല. അവന് എഡേല കോൾ എടുക്കാത്തത് കൊണ്ട് തന്നെ പേടിയും ടെൻഷനുമാകും. അവളാണെങ്കിൽ വീട്ടിലുണ്ടാകില്ല. അവൾ എന്തോ ആവശ്യത്തിന് എവിടെയോ നടന്നു പോകുന്നുണ്ടാകും.
എഡേൽ നേരെ ഒരു ഏരിയയിൽ പോയിട്ട് അവിടെയുള്ള കുറച്ച് ആളുകളോട് എന്താ ആവശ്യമെന്ന് പറയാൻ പോകുമ്പോഴേക്കും അവിടെ ഒരു പെണ്ണ് വന്ന് ദേഷ്യത്തിൽ നിനക്ക് എന്താടി വേണ്ടതെന്ന് ചോദിക്കും. എന്നിട്ട് അവളുടെ ജാക്കറ്റ് ഇഷ്ടമായെന്ന് പറഞ്ഞ് ആ പെണ്ണ് അവളെ തൊടാൻ നോക്കുമ്പോൾ എഡേൽ ദേഷ്യത്തിൽ മാറി നിൽക്കാൻ പറയും. അത് കേട്ട് ആ പെണ്ണിന് ദേഷ്യം വന്ന് എഡേലുടെ മോന്തക്ക് നോക്കി ഒന്ന് പൊട്ടിക്കും. അവൾ ശരിക്കും ആ ഏരിയയിലേക്ക് പോയത് എന്തിനാണെന്നറിയില്ല. ആ സീൻ അവിടെ കട്ടാകും. ശേഷം കാണിക്കുന്നത് എഡേൽ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് പേടിച്ചിട്ട് ഡേവിഡ് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് പരിക്കോടെ നിൽക്കുന്ന എഡേലിനെയാണ്. അവൻ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. പക്ഷേ അവൾ സത്യം പറയാതെ കബേർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പറ്റിയതാണെന്ന് പറയും. അപ്പോൾ ഡേവിഡ് അവൾ എന്തൊക്കെ ഇന്ന് ചെയ്തതെന്ന് ചോദിക്കും. അന്നേരം എഡേൽ പറയും, ഞാൻ ഇന്ന് ജിമ്മിന് പോയി, എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അതിനുശേഷം ചായ വെക്കാൻ വേണ്ടി കബേർഡ് തുറന്നപ്പോഴാണ് ഇങ്ങനെ പറ്റിയത്. അപ്പോൾ അവൻ, നീ എന്താ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നതെന്ന് ചോദിക്കും. അന്നേരം അവൾ പറയും, നീ വിളിക്കുന്ന സമയത്ത് ഞാൻ പരിക്ക് പറ്റിയ ഭാഗത്ത് ഐസ് ക്യൂബ് വെച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ നീ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ കോൾ എടുക്കാത്തത് കൊണ്ടായിരുന്നു. അപ്പോൾ അവൻ അതേന്ന് പറയും. പക്ഷെ വേറെന്തൊക്കെയോ കൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് വേഗം വന്നത്. അത് കേട്ട് അവൾക്ക് സന്തോഷമാകും. അവൾ ചോദിക്കും, ഈ ദിവസം നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്താലോ? പക്ഷേ ഡേവിഡിന് അതിലൊന്നും വലിയ താല്പര്യമുണ്ടാകില്ല. ഡേവിഡ് എനിക്ക് ഉച്ചയ്ക്ക് 2-3 അപ്പോയിൻമെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. അപ്പോൾ അവൾ ദേഷ്യത്തിൽ, എന്നാൽ നീ എന്നെ നോക്കാതെ നീ നിന്റെ പേഷ്യൻസിനെ പോയി ഹെൽപ്പ് ചെയ്യുമെന്ന് പറയും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ ലൂയി ആ ബുക്കിൽ പറഞ്ഞതുപോലെ ഫിംഗേഴ്സ് ഇങ്ങനെ കൗണ്ട് ചെയ്ത് ഉറങ്ങും. അപ്പോൾ ഉറക്കത്ത് അവൾ ആ സ്കേറി ഡ്രീം കാണും. ആ ബുക്കിൽ പറഞ്ഞതുപോലെ ഡ്രീമിലാണെന്ന് മനസ്സിലാക്കി അവൾ ഒരു ഡോർ ഇമാജിൻ ചെയ്യും. അന്നേരം അവൾ ഒരു ഡോറ് കാണും. അതിലൂടെ അവൾ പുറത്തിറങ്ങും. അപ്പോൾ അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രീം ആയിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ അവൾ ലൂസിഡ് ഡ്രീമിലാണുള്ളത്. ഇനി അവൾക്ക് ആ ഡ്രീം ഇഷ്ടമുള്ളതുപോലെ കൺട്രോൾ ചെയ്യാം. അന്ന് രാത്രി അവൾ നന്നായിട്ട് ഉറങ്ങും. അടുത്ത സീനിൽ രാത്രി വൈകി വരുന്ന ഡേവിഡിനെയും കാത്ത് ഇടയിലിരിക്കുന്നുണ്ടാകും. അവൻ മുകളിലേക്ക് പോകുമ്പോൾ അവൾ അവനെ വിളിക്കും. എന്നിട്ട് അവന്റെ മുമ്പിൽ നിന്ന് ചിയേഴ്സ് പറഞ്ഞ് വൈൻ കുടിക്കും. എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. ഡേവിഡ് ചോദിക്കും, എന്താ നിന്റെ പ്രശ്നം? അപ്പോൾ അവൾ, എനിക്കും അത് തന്നെയാണ് നിന്നോട് ചോദിക്കാനുള്ളതെന്ന് പറയും. നീ എന്താ ലേറ്റ് ആയിട്ട് ഞാൻ ഉറങ്ങിയതിന് ശേഷം വീട്ടിൽ വരുന്നേ? നീ ഇങ്ങനെ കുടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമം തോന്നുന്നു. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? നീ എന്നെ കെയർ ചെയ്യുന്നുണ്ടെന്നോ? അപ്പോൾ അവൾ പറയും, ഞാൻ കുറച്ച് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നീ പറഞ്ഞത് ഇവിടെ ഈ പ്ലേസിൽ നമുക്കൊരു ഫ്രഷ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നല്ലോ. പക്ഷെ അതൊന്നുമല്ലല്ലോ നീ ഇപ്പോൾ ചെയ്യുന്നത്. ഡേവിഡ് പറയും, നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെയാ നടന്നതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവൾ, അതിനെല്ലാം റീസൺ നീ തന്നെയായിരുന്നു എന്ന് പറയും. പക്ഷെ അവർ എന്തിനെ പറ്റിയാ ഈ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ അവൻ ദേഷ്യത്തിൽ, എനിക്ക് മതിയായി, എനിക്ക് ഇനിയും നിന്നെ സഹിക്കാൻ പറ്റുന്നില്ല പറഞ്ഞ് അവിടുന്ന് പോകും. ഇവിടുന്ന് ഈ സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡ് കഴിയും. 4ാമത്തെ എപ്പിസോഡ് ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ.